സൗണ്ട് ഡ്രാഫ്റ്റ് മിക്സറിലെ 90% ആളുകൾക്കും അറിയാത്ത ഈ ഒറ്റ ഫീച്ചർ അറിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് അനുഭവമേ മാറും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലൈവ് സൗണ്ട് മിക്സിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേജ് മോണിറ്റർ സെറ്റിംഗ്സ്. സൗണ്ട് ഡ്രാഫ്റ്റ് UI മിക്സറിലെ ഓക്സ് ലോക്ക്, മോർമി എന്നിവ എങ്ങനെ പെർഫെക്റ്റ് ആയി ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ലൈവ് പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ UI മിക്സറിൽ നമുക്ക് മോണിറ്ററുകൾ കൊടുക്കും. അപ്പൊ ഈ മോണിറ്ററുകളൊക്കെ സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ കണക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റിതം ബേർഡ് വായിക്കുന്ന ആൾക്ക് നമ്മൾ മോണിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വോളിയം കാര്യവും അവരുടെ ഓക്സ് അവർക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേറെ അതിന്റെ മാസ്റ്ററോ പിന്നെ ബാക്കിയുള്ള ഡിലേ ഒന്നും കട്ടാവാതെ അവരുടെ മോണിറ്റർ മാത്രം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് കീബോർഡിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ മൊബൈലിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാം. അതേപോലെ ഗിറ്റാറിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ മോണിറ്റർ കൺട്രോൾ ചെയ്യാം. ഇനി പാടുന്ന ആൾക്ക് വേണമെങ്കിൽ അവരുടെ വോളിയം മാത്രം കൂട്ടി ബാക്കിയുള്ളവർ കുറക്കാനും കഴിയും. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ഐപാഡ് ഉണ്ട്, ഇതിൽ നമുക്ക് പിന്നെ റിതം ബേർഡ് അവരത് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഫോൺ ഉണ്ട്, ഈ ഫോണിൽ നമുക്ക് കീബോർഡിസ്റ്റിൻ്റെതും കണക്ട് ചെയ്യാം. ഇപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഐപാഡ് ഇപ്പൊ കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ മൊബൈലിൽ ചെറിയ ഐക്കൺ കൊടുത്തിട്ട് വേണം ഓപ്പൺ ആക്കാൻ. രണ്ട് ഐക്കൺ വരും, ഒന്ന് മൊബൈലും രണ്ടാമത്തത് ലാപ്ടോപ്പ് ഇതൊക്കെ ചെയ്യാനുള്ളത്. അതിൽ മൊബൈൽ ഐക്കൺ വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇതിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ ലോക്കല് ഗ്ലോബൽ ഇങ്ങനെ കുറച്ച് റൈറ്റ് സൈഡിൽ കാണാം. ഇതിൽ ആക്സസ് സെറ്റിങ്സ് ആണ് എടുക്കേണ്ടത്. ആക്സസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സസ് ലിമിറ്റ് ലോക്കലിന് ഇവിടെ കാണാം. അപ്പോൾ നമ്മളത് ഓൺ ചെയ്യണം. ആദ്യം തന്നെ ഓൺ ചെയ്ത് ഇനി ഏത് ഓക്സ് ആണ് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ റിതം ബേർഡ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഓക്സിലാണ്. ഒന്നാമത്തെ ഓക്സ് ഇവിടെ ഇതാ ഗ്രീൻ കളർ കത്തും. ഇപ്പൊ ഒന്നാമത്തെ ഓക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി, ബാക്കിയുള്ള എല്ലാ ചാനലുകളും ഓക്സും എല്ലാം ലോക്കാവും. ഈ ഓക്സ് 1 മാത്രമേ വർക്കാവുള്ളൂ. അപ്പൊ എങ്ങനെയാ നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ചാനലും ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ലോക്കഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. ഇവിടെ എന്ത് നിൽക്കിയാലും മാസ്റ്റർ വരെ ഒക്കെ ലോക്കഡ് ആണ്. ഇനി വേറെ ഒരു പിന്നെ ഓക്സ് സെൻഡ് എടുക്കാം. ഇതിലിപ്പോൾ ഓക്സ് 2 ലോക്കഡ് കാണാം. നിങ്ങൾക്ക് ഏത് നിൽക്കിയാലും ഫുള്ള് ലോക്കഡ് ആണ്. ഈ ഓക്സ് 1 വർക്കായിരിക്കും. ഓക്സ് 1 ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ലോക്കാണ്. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് വർക്കാക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ മോഡലിലേക്ക് റിതം ബേർഡ് ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ റിതം ബേർഡ് ഇവിടെ കാണാം. റിതം ബേർഡ് ഞാൻ സെൻഡ് ചെയ്തു. ഞാനൊരു 0 dBയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പേഡ് മോണോ ആണ്, അതും സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ പറഞ്ഞ് ഓരോ പൊസിഷനിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു, വേണ്ടത്ര രീതിയിൽ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് അവർക്ക് സ്റ്റേജിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മോർമിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെയും ചെയ്യാം. ഇവർക്കിപ്പോൾ ഈ ഓക്സ് 1 അവരുടെ കയ്യിലാണ്. അപ്പോൾ വേണ്ട വോളിയം മാത്രം മാസ്റ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു രീതി, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓക്സ് 1 ഒന്ന് സെലക്ട് ചെയ്ത് ലോങ് പ്രസ് ചെയ്താൽ ഇങ്ങനെ സെറ്റിങ്സ് വരും. ഇതിൽ അസൈൻ മൈ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പം എന്നിട്ട് അടുത്തത് നമുക്ക് ഏതൊക്കെ ചാനലാണ്, ഇപ്പോൾ റിതം 1ഉം 2ഉം ആണ്. അത് സെലക്ട് ചെയ്ത് അസൈൻ മീ കൊടുക്കുക. അതാണ് പേഡ് മോണോ അസൈൻ മീ കൊടുക്കുക. ഇവിടെ കാണിക്കും ചാനൽ 1, 2, 3 ഉണ്ടാവും, ഇവിടെ അസൈൻ ആയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ അവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ട് ഈ മോർമി ഇവിടെ ഏറ്റവും മേലെ കാണാം മോർമി. ആ മോർമി ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ 2 നോബ് വരും മോർമീൻ്റെ. അപ്പോൾ നമ്മൾ മോർമി ഇതാ ഈ യെല്ലോ ആണ് നമ്മൾ അസൈൻ ചെയ്ത മീ എന്ന് വെച്ചാൽ ഈ റിതം ബേർഡ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ മോണിറ്ററിലാണ് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തത്. അവരുടെ ഫോണിലേക്ക് അല്ല ഐപാഡിലേക്ക് ഇപ്പം കണക്ട് ചെയ്തതാണിത്. ഈ യെല്ലോ നീക്കിയാൽ നമുക്ക് കാണാം അവരെ റിതം ബേർഡ് സ്റ്റീരിയോയും മോണോ വോളിയം കൂടുന്നത് കാണാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇനി
ഈ ബ്ലൂ കാണാം, ബ്ലൂ അപ്പ് ചെയ്യുമ്പോൾ കാണാം ബാക്കിയുള്ള ചാനലുകളൊക്കെ വോളിയം കൂടിയും കുറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാം നീക്കിയാൽ അവരെ ഓർക്കസ്ട്രേഷൻ മാത്രം മോണിറ്ററിൽ കയറും. ഇത് നീക്കിയാൽ അത് കയറും. ഇനി സെൻട്രലിലുള്ളത് ചെയ്താൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ വോളിയം അപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ കുറയും സെൻറ്റർ ചെയ്താൽ. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണ്. ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായി ഓക്സ് 2 സെലക്ട് ചെയ്തൊന്ന് ലോങ് പ്രസ് ചെയ്താൽ കാണാം അസൈൻ മൈ ഔട്ട് കാണാം. ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഏതൊക്കെ ചാനലാണ്, അപ്പോൾ കീബോർഡ് ഇതാ ഇവിടെ വരുന്നത്. കീബോർഡ് സെലക്ട് ചെയ്തിട്ട് കീബോർഡ് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ കാണാം അസൈൻ മീ കാണാം. ഒന്ന് അസൈൻ ചെയ്ത് കൊടുത്താൽ അതപ്പോൾ കീബോർഡ് അസൈൻ ആയിട്ടുണ്ട്. ഈ മോണിറ്ററിൽ 0 വെച്ചിട്ടുണ്ട് മോണിറ്റർ. ബാക്കിയുള്ള ഇതൊക്കെ കുറച്ചും വെച്ചിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ആദ്യം ഓക്സ് ഒന്ന് ലോക്ക് ആക്കണം. സെറ്റിങ്സ് വരിക, ഓൺ ആക്കുക, ഓക്സ് 2 കൊടുക്കുക. നേരത്തെ 1 കൊടുത്തത്. ഇപ്പോൾ കീബോർഡ് നമ്മൾ ഓക്സ് 2 സെറ്റ് ചെയ്തത്. അപ്പോൾ ഓക്സ് 2 കൊടുക്കുക. ഓക്സ് 2 വെച്ച് ബാക്കിയുള്ള എല്ലാ ചാനലും മാസ്റ്ററും എല്ലാം ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഓക്സ് മോർമി ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ കീബോർഡിൻ്റെ വോളിയാണ് മീം ഉള്ളത്. മീ കീബോർഡാണ് മീലുള്ളത്. കീബോർഡ് മീൽ ഉള്ള എല്ലാ ചാനലും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഫോണ് നേരെ ഇങ്ങനെ പിടിച്ചാലും ഈ കൺട്രോൾ നമുക്ക് കിട്ടും. നമുക്ക് കാണാം എന്താ ബ്ലൂ കളറ് എല്ലാ ചാനലും വോളിയം കൂട്ടും കുറക്കും ചെയ്യാം. ഓക്സ് നമുക്ക് കീബോർഡിൻ്റെ മാത്രം വേണമെങ്കിൽ ഈ യെല്ലോ കളറിൽ. ഇങ്ങനെയാണ് ഓക്സ് ലോക്ക് ചെയ്യുന്നതും അതുപോലെ മോർമി വർക്ക് ചെയ്യുന്നതും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.